നമസ്തേ, എല്ലാവർക്കും വർണ്ണരൂപിണിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് ചെമ്മീൻ ഉപ്പിലിട്ടത്. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും നെല്ലിക്കയും മാങ്ങയൊക്കെ അച്ചാറിടുന്നുണ്ട്, ഉപ്പിലിടുന്നുണ്ട്. ഈവൻ പ്രോൺസ് ആണെങ്കിലും നമ്മൾ അച്ചാറിടുന്നുണ്ട്. പക്ഷെ ഉപ്പിലിട്ടിട്ട് ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം സക്സസ് ആയി. അപ്പം വിചാരിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഒരു 4-5 കൊഞ്ചിനെടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കാം. അന്നത്തെ പരീക്ഷണം ആയതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വലുപ്പത്തിലുള്ള ചെമ്മീൻ മാത്രമേ എടുക്കാവുള്ളൂ. തീരെ ചെറുതോ ഭയങ്കര വലുതോ ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മൂന്നിലും ഞാൻ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു സൈസാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ശകലം ഉപ്പും ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി, അതിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ചെമ്മീൻ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഉപ്പിലിടാനാണ് പോകുന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പിഞ്ചുപ്പും ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത ചെമ്മീനാണിത്. ഞാൻ ഈ ഒരു ബോട്ടിലേക്കാണ് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിലേക്കൊരു 2 തുള്ളി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ വെള്ളം കാണുന്നത്. അപ്പം നമുക്ക് ഈ ചെമ്മീൻ ഇതിനകത്തോട്ടിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നനഞ്ഞ് കുപ്പി എടുക്കാൻ പാടില്ല. ഉണങ്ങിയ കുപ്പിയായിരിക്കണം. കഴിയുന്നതും ഗ്ലാസ് ബോട്ടിൽ മാത്രം ഉപ്പിലിടാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ചെമ്മീൻ ഇതിനകത്തോട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഞാൻ ഈ ചെറിയ ബോട്ടിലാണല്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഉപ്പും അത്ര തന്നെ. ഉപ്പിനും വെള്ളത്തിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ നെല്ലിക്കൊക്കെ ഉപ്പിലിടുന്ന പോലെ തന്നെ നമ്മൾ എത്രയാണോ എടുക്കുന്നത്, ചെമ്മീനായാലും പിന്നെ നെല്ലിക്കായാലും ഒക്കെ നമ്മൾ ആ ഒരു അളവിലാണ് എടുക്കുന്നത്. വെള്ളവും ഉപ്പും എല്ലാം ആ ഒരു പാകത്തിന് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ബോട്ടിലിനകത്ത് ഞാൻ 2 തുള്ളി വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. അതും സ്പൈസ് ലെവലും നമ്മളെ ടേസ്റ്റിനനുസരിച്ചാണ് ഇടുന്നത്. കഴിയുന്നതും കാന്താരി ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. എൻ്റെ കാന്താരി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞു പോയി. ഇനിയിപ്പം ഞാൻ സാധാ അങ്ങാടി പച്ചമുളകാണ് ഇട്ടത്. അപ്പോൾ പച്ചമുളക് ഇട്ടു, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു, പിന്നെന്താ വിനാഗിരി ഒഴിച്ചു. സാധാരണ ഉപ്പിലിടുന്ന പോലെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ഇനി ഇത് വലിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നതെങ്കിലുള്ള അളവ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് 2 ആഴ്ച വിനാഗിരി ഒഴിച്ചുകൊണ്ട് പുറത്ത് വെച്ചാലൊന്നും കേടാവില്ല. അപ്പം നിങ്ങളൊരു 1 ലിറ്റർ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 1.5 ലിറ്റർ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് ഉപ്പും വിനാഗിരിയും ഒക്കെ അത് നോക്കി ചേർക്കാം. അല്ലാതെ ഇതിന് ചെമ്മീൻ ഉപ്പിലിട്ടതായതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ ഉപ്പിലിടുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.